തുടരും സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ എന്തായാലും കാണണം. കുഴപ്പമില്ലായിരുന്നു, ഇത് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, നന്നായിരുന്നു. പടം കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ക്ലൈമാക്സ് ഒക്കെ അടി. ടോവിനോ പൊളിച്ച്. ആ നായിക ആദ്യം അത്ര റോളില്ല അവള് നായികക്ക്. ട്രെയിലർ കണ്ടിട്ട് വന്നേ. കൊള്ളാം കൊള്ളാം. യഥാർത്ഥത്തില് നമ്മുടെ ആരാണ് ചേരന്റെ അഭിനയം അമേസിങ്. ചേരന്റെ അഭിനയം പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂടിന്റെ ടോവിനോ തകർത്തെന്ന് പറഞ്ഞാൽ മതി. നല്ല മൂവിയാ. നല്ല മൂവിയാണ്. നമ്മൾ ആദ്യമേ തന്നെ ഇമോഷണലി ഇന്നാവുന്നുണ്ട്. പിന്നെ മേക്കിംഗ് ആയാലും പെർഫോമൻസ് ഒക്കെ ആയാലും അടിപൊളിയാണ്. ടോവിനോയുടെ ഇമോഷണൽ പെർഫോമൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ട്രൈബൽ നേരിടുന്ന ആ ഒരു വിഷമങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കൊള്ളാം. കണ്ടിറങ്ങിയാലും നമുക്ക് ആ ഒരു വേദന മനസ്സിലുണ്ട്. അതേപോലെയല്ല, പക്ഷെ അതിനേക്കാളും നന്നായിട്ട് ഈ പടം എടുത്തിട്ടുണ്ട്. മേക്കിങ്ങിൽ നമുക്ക് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് കണക്ട് ആവുന്നുണ്ട്. ഒരു പോലീസ് പുള്ളി ഓൾറെഡി ഫിസിക് അത്രയും നമുക്കറിയാമല്ലോ. അപ്പം പുള്ളി ഓക്കെയാണ് പോലീസിൽ. ഈ ട്രൈബൽ പീപ്പിളിനെതിരെയുള്ള ഓരോരോ ആക്രമണം പോലീസുകാരെ കാട്ടുന്നതെല്ലാം തുറന്നു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഭയങ്കര ഇമോഷണലാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുമാതിരിയായിപ്പോൾ. ഈ പോലീസും ട്രൈബൽ പീപ്പിളും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. അത് കണ്ടപ്പം അത് കഴിഞ്ഞ ക്ലൈമാക്സ് ഒക്കെ ഇപ്പോൾ ഒരുമാതിരിയായി. സത്യം പറയാലോ, കിടിലം സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു കഥയുള്ളൊരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ ധൈര്യമായിട്ട് കാണാം, ഒരു കുഴപ്പമില്ല. വല്ലാത്തൊരു സിനിമയാണ്, ഭയങ്കര ഇമോഷണലാണ്. അത് നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഇത് കാണണം. എനിക്ക് ഇതിൽ ഒരു കുറവും പറയാനില്ല. ടോവിനോന്റെ അഭിനയം, സുരാജിന്റെ അഭിനയം, കൂടെയുള്ള എല്ലാ സൈഡ് ആക്ടേഴ്സും അവർ കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈ സിനിമേന്റെ ആ ഒരു ഇമോഷണൽ ഫീൽ ഉണ്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു വേറെ ലെവലാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ അപ്പം ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട് ടോവിനോന്റെ, ആ ഒരു ഫേസിലാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ തീരും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴാണ് ശരിക്കും ഈ സിനിമേന്റെ ഒരു ട്രാക്ക് തന്നെ മാറുന്നത്. കിടില സിനിമയാണ്. എല്ലാവരും നായിക പ്രാധാന്യം കുറഞ്ഞായിട്ട് തോന്നി, പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നായികന്റെ ഒരു ഇതല്ല ഇത്. ഈ സിനിമ ഒരു കഥയുണ്ട്. 2003 ഒറിജിനലായിട്ട് നടന്ന ഒരു സംഭവത്തിന് ബേസിട്ടുള്ള സിനിമയാണ്. പക്ഷെ അതേപടി ഈ സിനിമയിലില്ല. കുറച്ച് ഫിക്ഷണൽ എലമെന്റ്സും ഉണ്ട്. പക്ഷെ എന്നാലും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ക ഇമോഷണൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. അത് കാണുന്നവർക്ക് മനസ്സിലാവും. ടൈം വാച്ച് ഒന്നും പറയാൻ പറ്റൂല, എന്നാലും നല്ലൊരു കഥ ഈ സിനിമ പറയുന്നുണ്ട്. അതിലാണ് കാര്യം. സിസ്റ്റത്തെ ദുരുപയോഗപ്പെടുത്തി എല്ലാ കാലത്തും സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥയാണ്. അതിനെതിരെ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. പുതിയ തലമുറയൊക്കെ തിയേറ്ററിൽ വന്ന് കാണണം. കാരണം പല അനുഭവങ്ങളോടെയാണ് നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയത്. അത് തിയേറ്ററിലൂടെയെങ്കിലും കണ്ട് മനസ്സിലാക്കുക, സിനിമകളിലൂടെയെങ്കിലും. കാരണം ഇപ്പൊ പ്രതികരണശേഷി കൂടിയ ഒരു വിഭാഗം കുറവാണ്. പ്രതികരിക്കുന്നവരെ എന്തെങ്കിലും തരത്തിൽ ഒന്നെങ്കിൽ മാവോയിസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ ED വിട്ട് റേഡിയോ ഏൽപ്പിക്കുക, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും നിലനിൽപ്പില്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ എല്ലാവരും അടിച്ചമർത്തുന്ന ഈ കാലഘട്ടത്തിൽ സിനിമ പോലുള്ള ഒരു മാധ്യമത്തിലൂടെ അതിനെതിരെ വിരൽ ചൂണ്ടുന്നത് വളരെ നല്ലതാണ്. ഇതിന് ചുക്കാൻ പിടിച്ച സംവിധായകൻ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം ഇഷ്ക്, അതിനേക്കാളും ഗംഭീര ഒരു വർക്കാണ്. ഇതൊരു ആരെങ്കിലും സൂചിപ്പിക്കുന്ന ഒരു സാധനമല്ല, ഒരു റൊമാൻറ്റിക് സ്റ്റോറിയൊന്നുമല്ല. ഇതൊരു റിയാലിറ്റിയാണ്, സമൂഹത്തിൽ നടന്ന റിയാലിറ്റി. അതിന് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സിനിമയാണ്. ഗംഭീര വർക്ക്. പടം കൊള്ളാം, സൂപ്പർ പടം. എടുത്ത് പറയാനായിട്ട് ടോവിനോ സൂപ്പർ ആയിരുന്നു. വേറെ ത്രില്ലർ മൂവിയാണ്. ഓക്കെ. നന്നായിരുന്നു, മൊത്തം പടം നല്ലതാണ്. ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്.